ഇടിമിന്നലിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മിന്നലുള്ള സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മൈക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാന വനിതാ കമ്മീഷനെതിരെ ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് രമ്യ. LDF കൺവീനർ A. വിജയരാഘവന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ താക്കീത്. ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 4 പേർ ഗുരുവായൂരിൽ പിടിയിൽ. ബാംഗ്ലൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ടെന്ന് സൂചന. കൊളരി ചേറ്റുപുഴയിൽ മധ്യവയസ്കനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ചെമ്മാപ്പള്ളിയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് മരിച്ചു. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ പിക്കപ്പ് വാനടിച്ച് വീട്ടമ്മ മരിച്ചു. കടങ്ങോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടിമിന്നലിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വേനൽ മഴയോടൊപ്പം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മുളന്തുരുത്തിയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരണമടഞ്ഞ സാഹചര്യത്തിലാണ് മിന്നലിനെതിരെ മുൻകരുതൽ നടപടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ടെറസിലോ മുറ്റത്തോ മിന്നലുള്ള സമയങ്ങളിൽ തുണിയെടുക്കാൻ പോകരുതെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വേദികളിൽ ഇത്തരം സാഹചര്യത്തിൽ മൈക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. മിന്നലുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, ലോഹവസ്തുക്കളുടെ സാമീപ്യം ഒഴിവാക്കുക, ഫോൺ ഉപയോഗം ഒഴിവാക്കുക, വൃക്ഷങ്ങളുടെ തണലിൽ നിൽക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. അതേസമയം തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ സൂര്യാതപ ജാഗ്രതാ നിർദ്ദേശവും തുടർന്നു വരുന്നുണ്ട്. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തൃശൂരിന് പുറമെ മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇതിനു പുറമെ ശക്തമായ കാറ്റിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന വനിതാ കമ്മീഷനെതിരെ ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. LDF കൺവീനർ A. വിജയരാഘവന്റെ പരാമർശത്തിന് എതിരെ താൻ നൽകിയ പരാതിയിന്മേൽ യാതൊരു നടപടിയും എടുക്കാത്ത വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന സംശയമുണ്ടെന്ന് രമ്യ ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കമ്മീഷനോട് ആദരവ് വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട വനിതാ കമ്മീഷൻ ഇത്തരം സമീപനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കരുതിയില്ല. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K. സുധാകരനെതിരെ ലഭിച്ച പരാതിയിൽ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കമ്മീഷൻ 2 തരം നീതിയാണ് നടപ്പിലാക്കുന്നതെന്നും രമ്യ പറഞ്ഞു. വനിതാ കമ്മീഷന്റെ നിലപാടിൽ തുടർ നടപടികൾ UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും രമ്യ വ്യക്തമാക്കി. LDF കൺവീനർ A. വിജയരാഘവന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ താക്കീത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പ്രസംഗത്തിനിടയിൽ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ താക്കീത് നൽകിയത്. പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ജനപ്രാതിനിധ്യ നിയമ ലംഘനമാണെന്നും ആവർത്തിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പൊന്നാനിയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലായിരുന്നു A. വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ പരാമർശം നടത്തിയത്. പരാമർശത്തിനെതിരെ രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരുന്നു. വിപണിയിൽ 1 ലക്ഷം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 4 പേരെ ഗുരുവായൂരിൽ എക്സൈസ് സംഘം പിടികൂടി. ബാംഗ്ലൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ. ഗുരുവായൂർ പുത്തമ്പള്ളി കൂളിയാട്ട് അർജുൻ കൃഷ്ണ, ചാവക്കാട് മുതുവട്ടൂർ വൈശാഖമേട്ടിൽ പ്രശോഭിലാൽ, കേച്ചേരി എരനല്ലൂർ അറങ്ങാശ്ശേരി ആൽഫ്രഡ് കുര്യൻ, പന്നിത്തടം കാളിയത്തേൽ മുഹമ്മദ് സവാദ് എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 45 ഗ്രാം ഹാഷിഷ് ഓയിൽ, 225 ഗ്രാം കഞ്ചാവ് എന്നിവയ്ക്ക് പുറമെ കഞ്ചാവ് വലിക്കുന്നതിനുള്ള ബോങ്ക, പൊടിക്കുന്നതിനുള്ള ക്രഷർ എന്നീ ഉപകരണങ്ങളും തൂക്കം നോക്കുന്നതിനുള്ള വെയിറ്റിംഗ് മെഷീനും എക്സൈസ് സംഘം കണ്ടെടുത്തു. ഇവർ യാത്ര ചെയ്തിരുന്ന ബുള്ളറ്റും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലഹരിമരുന്നുകളുടെ ആവശ്യക്കാരെന്ന വ്യാജേന എത്തിയാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത്. അർജുൻ കൃഷ്ണയ്ക്കും പ്രശോഭിലാലിനും ലഹരി മാഫിയ സംഘവുമായി ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതാണ് സംഘത്തെ പിടികൂടുന്നതിന് സഹായകമായത്. കോളേജ് വിദ്യാർത്ഥികളെന്ന വ്യാജേന അർജുൻ കൃഷ്ണയുമായും പ്രശോഭിലാലുമായും എക്സൈസിലെ ഫ്രേക്കന്മാർ പരിചയപ്പെട്ടു. ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള കെട്ടിടത്തിനടുത്ത് കഞ്ചാവും ഹാഷിഷുമായി ബുള്ളറ്റിലെത്തിയ അർജുൻ കൃഷ്ണയെയും പ്രശോഭിലാലിനെയും എക്സൈസ് സംഘം വളഞ്ഞു പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ആൽഫ്രഡ് കുര്യനും മുഹമ്മദ് സവാദുമാണ് തങ്ങൾക്ക് ലഹരിമരുന്ന് കൈമാറുന്നതെന്ന് ഇവർ മൊഴി നൽകി. തുടർന്ന് ഇവർ മുഖേന തന്നെ ആൽഫ്രഡ് കുര്യനെയും മുഹമ്മദ് സവാദിനെയും ഗുരുവായൂരിലെത്തിച്ച് പിടികൂടുകയായിരുന്നു. വിവിധ ജില്ലകളിലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവും വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായവരെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
സംഘത്തിലുള്ള വിദ്യാർത്ഥിനികൾ മയക്കുമരുന്ന് വയറിൽ വെച്ചുകെട്ടി കേരളത്തിലേക്ക് കടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബു പറഞ്ഞു. ഈ പിടിച്ചെടുത്ത സാധനങ്ങൾക്ക് 1 ലക്ഷം രൂപ വിപണിയിൽ വിലയുണ്ട്. ഇവർ വിദ്യാർത്ഥികൾ തന്നെ ബാംഗ്ലൂർ നേരിട്ട് പോയിട്ടാണ് ഈ ഹാഷിഷ് ഓയിൽ കൊണ്ടുവന്നെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളും അവിടെ നിന്ന് വയറിൽ വെച്ച് കെട്ടി ഇത്തരം ലഹരി വസ്തുക്കൾ കടത്തുന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പ്രിവന്റീവ് ഓഫീസർമാരായ TK സുരേഷ് കുമാർ, OP സുരേഷ് കുമാർ, TA സുനിൽകുമാർ, CEO മാരായ MS സുധീർ കുമാർ, മിക്കി ജോൺ, ശീർഷേന്ദു ലാൽ, ജാക്സൺ P ദേവസി, NB രാധാകൃഷ്ണൻ, V രാജേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ഗുരുവായൂർ. ഒളരി ചേറ്റുപുഴയിൽ ടിപ്പർ ഡ്രൈവറും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ മധ്യവയസ്കനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. തെറ്റാരി വേലപ്പൻ മകൻ 51 വയസ്സുള്ള ശശിയെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതി കണ്ണാപുരം സ്വദേശി ദീപുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു. ചേറ്റുപുഴ ആമ്പക്കാട് ജംഗ്ഷനിൽ വ്യാഴാഴ്ച പുലർച്ചെ നടക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത്. നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്ന് മുളവടി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. തലക്കടിയേറ്റ് റോഡിൽ വീണുകിടന്ന ശശിയെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മുളവടി പോലീസ് കണ്ടെടുത്തു. ചെമ്മാപ്പള്ളിയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചെമ്മാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം 46 വയസ്സുള്ള കണാറ പ്രദീൻ ആണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വീടിന് സമീപം കൂട്ടുകാരോടൊത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന പ്രതിനെ ഗുണ്ടാസംഘം ആക്രമിക്കുകയായിരുന്നു. പെരിങ്ങോട്ടുകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് സംഘം ചേർന്ന് എത്തിയ ക്രിമിനൽ സംഘം പ്രതിനോടും കൂട്ടുകാരോടും തട്ടിക്കയറുകയും ഇവരെ മർദ്ദിച്ച് അവശരാക്കുകയായിരുന്നുവെന്നും പറയുന്നു. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ പിക്കപ്പ് വാനടിച്ച് വീട്ടമ്മ മരിച്ചു. മുല്ലക്കര മുളയം റോഡ് സ്വദേശി മഠത്തിൽ പറമ്പിൽ ജോർജ് ഭാര്യ 64 വയസ്സുള്ള ഓമനയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കടങ്ങോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കടങ്ങോട് പാറപ്പുറം കുണ്ടുപറമ്പിൽ ഷംസു മകൻ 21 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. 2 മാസം മുൻപ് കുണ്ടന്നൂർ സെന്ററിൽ അജ്മൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു ബൈക്ക് ഇടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊരട്ടിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് കൊല്ലം സ്വദേശികൾക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കൊല്ലം ഒറ്റയ്ക്കൽ വനജ, പുനലൂർ സ്വദേശി അനീഷ്, അഞ്ചൽ സ്വദേശി അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറും കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. കുന്നംകുളം SI UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും അന്ത്യ അത്താഴത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. പെസഹ വ്യാഴാചരണത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിലും, വ്യാകുലമാത ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ അപ്രൈ മെത്രോപൊലിത്തയും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും, മണ്ണുത്തി ഗച്ചിമോൻ അരമനയിൽ നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് യൂഹന്നോൻ മാർ മിലിത്തിയോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശുരൂപം ചായ്ക്കൽ ശുശ്രൂഷയും നടന്നു. വൈകിട്ട് ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥനയും നഗരി കാണിക്കൽ പ്രദക്ഷിണവും നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് വ്യാകുലമാത ബസിലിക്കയിൽ നിന്നുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 370 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നിർദ്ദേശം നൽകി. കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെത്തിയ കമ്മീഷണർ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. കഞ്ചാവ് ചാക്കുകളിലാക്കി ട്രെയിനിൽ കയറ്റിവിട്ട സംഘത്തെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാറ്റ്നയിലേക്ക് തിരിക്കും. കഞ്ചാവ് പിടികൂടിയ ഉദ്യോഗസ്ഥരെ കമ്മീഷണർ അഭിനന്ദിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസിൽ നിന്ന് കഞ്ചാവ് നിറച്ച ചാക്കുകൾ കണ്ടെത്തിയത്. എടക്കുളത്ത് പൊറത്തിശ്ശേരി സ്വദേശി ബിബിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 5-ാം പ്രതി കുറ്റിക്കാട്ട് വീട്ടിൽ ജിത്തു എന്ന ഷിബിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി വേണുവിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ സിഐ ആർ ശിവകുമാർ, എസ്ഐമാരായ രാജേഷ്, ബസന്ത് എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റ് 4 പ്രതികളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഫെബ്രുവരി 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഇനി ജനവിധി 2019. ജനവിധി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. തെരഞ്ഞെടുപ്പ് ശബ്ദപ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് 3 ദിവസം മാത്രം. ഞായറാഴ്ച ശബ്ദപ്രചാരണത്തിന് സമാപനമാകും. തൃശ്ശൂരിൻ നേതാവേ, തങ്കം പോലുള്ള ജേതാവേ, തന്റെ ഇടത്തോടങ്ങ് മുന്നിൽ നയിച്ചോളൂ ലക്ഷങ്ങൾ പിന്നാലെ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ ശബ്ദപ്രചാരണം കൊടുമ്പിരിക്കൊള്ളുകയാണ്. പ്രചാരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വോട്ടഭ്യർത്ഥനകളുമായി എങ്ങും സജീവമാണ്. റോഡ് ഷോകളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളും സുഹൃത്ത് സംഗമങ്ങളും സാംസ്കാരിക സദസ്സുമെല്ലാം ഒരുക്കിയാണ് ഏവരും പ്രചാരണം കൊഴുപ്പിക്കുന്നത്. നാടൻ പാട്ടുകളും കിടിലൻ സിനിമാ ഗാനങ്ങളുമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈപ്പത്തിക്കോട്ടേകി രാഹുലിൻ കൂട്ടേകാൻ നമ്മൾ ഉണർന്നിടണം പ്രിയ നാട്ടാരെ. താരകപ്പെണ്ണാളെ എന്ന നാടൻപാട്ടിനൊപ്പം കലാഭവൻ മണിയുടെ നാടൻപാട്ടുകളും തമിഴ്, ഹിന്ദി സിനിമാ ഗാനങ്ങളും പ്രതാപന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വോട്ടേകണമെന്നും നാം ജയ് 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 ജയ്. ഹായ് നല്ല സാരഥിയല്ലേ, ഒരു കൺമണിയല്ലേ. തൃശ്ശിവ പേരൂര് ഉമ്മടെ സ്വന്തം തൃശ്ശൂര്, സാരഥിയായി വന്നു രാജാജി മാത്യു തോമസ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഗാനമാണ് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനായി ഒരുക്കിയിട്ടുള്ളത്. പുസ്തകം മാറോടണച്ചവൻ, പുതിയ കാലത്തിൻ കനലായി ജ്വലിച്ചവൻ, അവനാണ് രാജാജി മാത്യു തോമസ്. അറിവിന്റെ ആഴക്കടലുകൾ താണ്ടി എന്ന് തുടങ്ങുന്ന വിപ്ലവ ചായയുള്ള ഗാനമാണ് രാജാജിക്ക് വേണ്ടി മുഴങ്ങുന്നത്. മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങളും കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളും രാജാജിയുടെ പ്രചരണത്തെ കൊഴുപ്പിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായി വേറിട്ട രീതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ദൈവത്തെ പോലെയാണ് എനിക്ക് സാറ് ഇപ്പോഴും. നമ്മൾ ഒരു ദിവസം പോലും സാറിന് ഓർക്കാത്ത ദിവസങ്ങളോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ മോളും എല്ലാവരും. ടെലിഫോൺ മുഖേനയുള്ള വോട്ടഭ്യർത്ഥനകളും ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകൾ വഴിയുമുള്ള പ്രചാരണങ്ങളും ശക്തമാണ്. സുഹൃത്ത് സംഗമം എന്ന പേരിൽ ചലച്ചിത്ര രംഗത്തുള്ളവരും സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തെത്തിയിരുന്നു. ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമൊരുക്കാനാണ് മുന്നണികളുടെ നീക്കം. ഉത്സവ പ്രതീതിയോടെ റോഡ് ഷോയോടുകൂടിയ കൊട്ടിക്കലാശമായിരിക്കും ഇത്തവണയും അരങ്ങേറുക. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി 264 പോളിംഗ് ബൂത്തുകളുടെ നിരീക്ഷണത്തിനായി 168 മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചു. പ്രശ്ന സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന സെൻസിറ്റീവ് ബൂത്തുകളിലാണ് മൈക്രോ ഒബ്സർവർമാർ ഉണ്ടാവുക. തൃശൂർ മണ്ഡലത്തിൽ 94, ചാലക്കുടിയിൽ 47, ആലത്തൂരിൽ 27 എന്നിങ്ങനെയാണ് മൈക്രോ ഒബ്സർവർമാരുടെ സേവനം ലഭ്യമാവുക. ബൂത്തുകളിൽ ക്രമക്കേടുകളോ മറ്റോ നടന്നാൽ മൈക്രോ ഒബ്സർവർമാർ റിപ്പോർട്ട് ചെയ്യും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് ഉൾപ്പെടെ തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി ജില്ലയിൽ കേന്ദ്ര സേനാംഗങ്ങളും ഇതര സംസ്ഥാന പോലീസുമായി 322 പേരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ 194 സേനാംഗങ്ങളാണ് എത്തുന്നത്. ഇതിൽ 94 പേർ മഹാരാഷ്ട്ര സ്പെഷ്യൽ ആംഡ് പോലീസിൽ നിന്നാണ്. 100 പേർ കർണാടക ഹോംഗാർഡുമാരാണ്. തൃശൂർ റൂറലിന് കീഴിൽ CISF ഉൾപ്പെടെ 122 കേന്ദ്ര സേനാംഗങ്ങളുടെ സേവനമാണ് ലഭിക്കുക. ജില്ലയിൽ പ്രശ്ന സാധ്യതയുള്ള 50 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് സ്ലിപ്പ് വിതരണം ചെയ്യുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഏപ്രിൽ 16 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ 3 ദിവസത്തെ ഡ്യൂട്ടി ലീവ് അനുവദിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ടി.വി. അനുപമ അറിയിച്ചു. വോട്ടർ സ്ലിപ്പുകളുടെ വിതരണം നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കുന്നതിന് ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർമാരെയും തഹസിൽദാർമാരെയും ചുമതലപ്പെടുത്തി. ജനവിധി നിങ്ങൾക്കായി സമർപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. ഇടവേള കഴിഞ്ഞ് മറ്റു വാർത്തകൾ. നിൻ കണ്ണിൽ ഞാനെന്നും കാണാൻ കൊതിച്ചതും നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ് ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. പൂരം പ്രദർശന നഗരിയിൽ എക്സൈസ് വകുപ്പ് ഒരുക്കിയ എക്സൈസ് ബോധവൽക്കരണ പവലിയൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ സതീഷ് മേനോൻ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആർ ഗോപകുമാർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. എക്സൈസ് വകുപ്പിന്റെ ലഹരിവർജന മിഷൻ, ചരിത്രം ആലേഖനം ചെയ്ത രേഖകളുടെ പുനരാവിഷ്കാരം, ലഹരിവിരുദ്ധ ചലച്ചിത്ര പ്രദർശനം, ഡി അഡിക്ഷൻ സെന്ററായ വിമുക്തി, ലഹരി വർജിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്നിങ്ങനെയുള്ള ആഹ്വാനങ്ങളാണ് പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത്. യുവജനങ്ങളെ കായിക ലഹരിയിലേക്ക് നയിക്കാനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതികളും പവലിയനിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുതിരപ്പുറത്ത് സാഹസികമായി പറക്കുന്ന കൃഷ്ണയെ കാണാനും അഭിനന്ദിക്കാനുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുരുവിലശ്ശേരിയിലെ വീട്ടിലെത്തി. രാവിലെ 7:45 മാളയ്ക്കടുത്തുള്ള കുരുവിലശ്ശേരി ഗ്രാമത്തിലെ കാളിന്തി മഠത്തിലെത്തിയ ഋഷിരാജ് സിംഗ് കൃഷ്ണയ്ക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. കൃഷ്ണയുടെ പാഠ്യേതര വിഷയങ്ങളിലെ മികവ് സംബന്ധിച്ചും കമ്മീഷണർ തിരക്കി. ഈ മാസം അവസാനം മുതൽ മൈസൂരിലെ ജോക്കി സെന്ററിൽ പരിശീലനത്തിനായി കൃഷ്ണയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞ ഉടനെ ഋഷിരാജ് സിംഗ് ബന്ധപ്പെട്ടവരുമായി ഫോണിൽ സംസാരിച്ച് കൃഷ്ണയ്ക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ഒരുക്കി നൽകി. സാഹസിക കാര്യങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളുമെന്ന വ്യത്യാസമില്ലെന്നും എല്ലാം വെല്ലുവിളിയായി ഏറ്റെടുക്കുന്ന കൃഷ്ണ മാതൃകയാണെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. മകളുടെ ഇഷ്ടമനുസരിച്ച് അവളെ വിശ്വാസത്തിലെടുത്ത മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നതായും കൃഷ്ണയെ അനുമോദിക്കാൻ വിദ്യാലയത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്നും ആ ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്നും ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളിയോട് അദ്ദേഹം പറഞ്ഞു. മാളയിൽ വരുമ്പോൾ ഇനിയും കൃഷ്ണയുടെ വീട്ടിലെത്താമെന്ന് അറിയിച്ചാണ് എക്സൈസ് കമ്മീഷണർ മടങ്ങിയത്. TCV മാള. പാലേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ആമ്പലൂർ സ്വദേശി പൊന്നാരി ജോയ്, സുഹൃത്ത് റേജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തിയിൽ നിന്ന് ഐസുമായി ആമ്പലൂർ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും പോലീസും എത്തിയിരുന്നു. ഇടമുട്ടം പാലപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റിഫ്ലക്ടർ തൂണിലിടിച്ച് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. തൃപ്രയാർ സ്വദേശി പൊങ്ങാട്ടിൽ ജയദേവ്, അന്തിക്കാട് സ്വദേശി തൈവളപ്പിൽ അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും.
New Cable Point, Shankarayar Junction, MG Road, Thrissur. എസൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശാസ്ത്ര സ്വതന്ത്ര ചിന്ത സെമിനാർ ബ്രൈറ്റ്സ് 2019 തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാറിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ചോദ്യോത്തര സെഷനും ഉണ്ടായിരുന്നു. ജോസ് കണ്ടത്തിൽ, നാസർ മാവൂരിൽ, സജീവൻ അന്തിക്കാട്, മനുജ മൈത്രി, കമലാലയം രാജൻ തുടങ്ങി 15 പേരുടെ പ്രഭാഷണങ്ങളാണ് സെമിനാറിൽ ഉണ്ടായിരുന്നത്. എസൻസ് ക്ലബ് പ്രസിഡന്റ് സജീവൻ അന്തിക്കാട്, ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ബെൽകോ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ അബാദ് വില്ലേജ് റെസ്റ്റോറന്റ് തൃശൂർ MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. MG റോഡിൽ സെൻട്രൽ പോയിന്റിന് എതിർവശം ആരംഭിച്ച അബാദ് വില്ലേജ് റെസ്റ്റോറന്റ് ബെൽകോ ഗ്രൂപ്പ് CEO ചേരങ്കോട്ടിൽ മോഹൻ നായരുടെ ജ്യേഷ്ഠൻ GK നായർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു. ഉടമ ചേരങ്കോട്ടിൽ മോഹൻ നായർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്വാദിഷ്ടമായ ആഹാരങ്ങൾ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അബാദ് വില്ലേജിൽ നിന്നും ആസ്വദിക്കാം. നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ, വിവിധങ്ങളായ ബിരിയാണികൾ എന്നിവയെല്ലാം അബാദ് വില്ലേജിലെ ഭക്ഷണ കലവറയിലുണ്ട്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും ശുചിത്വമാർന്ന അന്തരീക്ഷത്തിൽ തയ്യാറാക്കുന്ന അബാദ് റെസ്റ്റോറന്റിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആരോഗ്യത്തിന് ഹാനികരമായ ചേരുവകളൊന്നും ഉപയോഗിക്കുന്നില്ല. ബെൽകോ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ അബാദ് വില്ലേജ് റെസ്റ്റോറന്റിൽ നിന്നും ഇനി സംതൃപ്തിയോടെ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9847 402771. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടിമിന്നലിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മിന്നലുള്ള സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മൈക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാന വനിതാ കമ്മീഷനെതിരെ ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് രമ്യ. LDF കൺവീനർ A വിജയരാഘവന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ താക്കീത്. ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 4 പേർ ഗുരുവായൂരിൽ പിടിയിൽ. ബാംഗ്ലൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ടെന്ന സൂചന. ഒളരി ചേറ്റുപുഴയിൽ മധ്യവയസ്കനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ചെമ്മാപ്പള്ളിയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് മരിച്ചു. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മ മരിച്ചു. കടങ്ങോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.